ചേട്ടാ ഭായ് പാസ് എടുക്കണോ? അതെവിടെ നിന്ന് എടുക്കുക? ഓൺലൈനിൽ TN ഇ രജിസ്ട്രേഷൻ നീലഗിരി വെബ്സൈറ്റിന്റെ പേര്. കാറിന്റെ ഓപ്ഷനിൽ ബൈക്കിന്റെ നമ്പർ ഇട്ടിട്ടു അവിടെ നെറ്റ്വർക്ക് കിട്ടും. നീലഗിരി TN ഇ രജിസ്ട്രേഷൻ നീലഗിരി. നമസ്കാരം, സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗുണ്ടൽപേട്ടയിലേക്ക് പോകാം. നമ്മൾ ഇന്നലെ ഗുണ്ടൽപേട്ടയിലാണ് നിർത്തിയത് അല്ലേ? വേഗം പോകാം, കാരണം കുറച്ച് ലോങ് വീഡിയോ ആണ്, പക്ഷേ അടിപൊളി കാഴ്ചകളാണ് മുഴുവനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നമുക്കൊന്ന് വേഗം പോകാം. കർണാടകയിലെ ഓട്ടോറിക്ഷ കേട്ടോ ഈ പോകുന്ന പുറകിലും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൽ 4 പേര് ഇരിപ്പുണ്ട്, ബാക്കിലും ഒരു 4 പേർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. അങ്ങനെയാണ് അവരുടെ ഫെസിലിറ്റി. നമ്മളിപ്പോൾ ഗൂഡല്ലൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 45 കിലോമീറ്ററാണ് കാണിച്ചത് ഇവിടെ. ഏതോ ഒരു ചെറിയ ടൗണാന്ന് തോന്നുന്നു കേട്ടോ. വീടുകളും ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. എത്ര വ്യത്യാസമല്ലേ നമ്മുടെ നാട്ടിലുള്ള ഒരു ടൗണും ഇവിടുത്തെ ടൗണും അല്ലേ? എല്ലാം വ്യത്യാസമാണ്. സംഭവം നമ്മളിപ്പോൾ ഒരു 100 കിലോമീറ്റർ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നു, പക്ഷേ എത്ര വ്യത്യാസമാണ്. വണ്ടികളാണെങ്കിലും, വണ്ടികൾ എന്ന് പറഞ്ഞാൽ കമ്പനിയും സാധനമൊക്കെ സെയിം ആണെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതികളെ, അതിലെ സ്റ്റിക്കറുകളും അതിലെ മാലകളും, ഇവിടുത്തെ കടകളാണെങ്കിലും ഇവിടുത്തെ ടാക്സികളാണെങ്കിലും ഇവിടുത്തെ മനുഷ്യരുടെ വേഷവിധാനാണെങ്കിലും കണ്ടില്ലേ എത്ര വ്യത്യാസമാണ്. ഇതേതാ ടൗണിൻ്റെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. വെൽക്കം ടു ഹിമവാദ് ഗോപാലസ്വാമി ഹിൽ. ഗോപാലസ്വാമി പേട്ടയ്ക്ക് പോണ വഴിയാട്ടിത്. ഇതിലങ്ങോട്ട് ഗോപാലസ്വാമി പേട്ടയ്ക്ക് പോകണം. നമുക്ക് പോവാം, ഒരു ദിവസം പോവാം, ഉടനെ തന്നെ പോവാം. രാവിലെ വരണം എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ ആൽമരങ്ങളുണ്ട് ഈ റോഡിൻ്റെ സൈഡുകളിൽ. ഉണ്ടോ? ഇങ്ങനത്തെ കുറേ കണ്ടു കേട്ടോ. 2 സൈഡിലും ആൽമരങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആൽമരം, അത് നോക്കി. ഞാനതൊരു ആൽമരത്തിന് ചോട്ടി നിർത്തിയിട്ടോ. എന്നാ സൂപ്പറാന്ന് നോക്കിയത്. കണ്ടാ അതിൻ്റെ വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്ന നോക്കി. എന്നാ അടിപൊളിയായിട്ടാണ്. അപ്പോൾ വമ്പനൊരു ആൽമരം കേട്ടത് അല്ലേ? നോക്കിയാ കിലോ അല്ലേ? പുറത്തേക്ക് നോക്കാം, അപ്പുറ സൈഡിൽ നിന്ന് പോയി. ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ടോ? എന്നാ മരവാ അല്ലേ? എൻ്റെ വേര് തൂങ്ങി കിടക്കുന്നേ. സൂപ്പറല്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഒന്ന് നിർത്തി, കാരണം നല്ലൊരു വെറൈറ്റി പോലെ തോന്നി. അടിപൊളിയല്ലേ? കിടിലോ അല്ലേ? നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അതുകൊണ്ട് തന്നെ നിർത്തിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 115 കിലോമീറ്ററോളം നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 10-45 കിലോമീറ്റർ കാണും ഗൂഡല്ലൂർ. അവിടെ നിന്ന് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരി, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. പിന്നെ ഇപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കാണുമായിരിക്കും. നമുക്ക് വിടുകയല്ലേ എന്നാ? അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ആൽമര? നല്ല തണലാണ്, അതുകൊണ്ട് റോട്ടിൽ നല്ല തണല്. അതുകൊണ്ട് ഈ കച്ചവടക്കാരും ഉണ്ട്, ഈ തണ്ണിമത്തനും കരിക്കൊക്കെ ആയിട്ടേ. നമുക്ക് അവിടെ ഇറങ്ങി ഈ തണലത്ത് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് പോകാമല്ലോ. ബന്ദിപ്പൂര അവിടെ കണ്ട് ബന്ദിപ്പൂർ സഫാരി ക്യാമ്പസ് മിലുക്കമനഹള്ളി. എനിക്ക് തോന്നുന്നത് ബന്ദിപ്പൂര കാട്ടിലേക്ക് സഫാരി ആയിരിക്കും. അവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർണാടക. അങ്ങോട്ടൊക്കെ നോക്കിയ എന്നാ നോക്കിയ മല, എത്ര മലകളാ ഇതൊക്കെ. കയറാട്ടോ നമുക്ക്.
ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് കയറാൻ പറ്റുന്ന മലകളാണ്. ഭയങ്കര ഹെവി മലകളല്ല അത്. റൂട്ട് കാണുമായിരിക്കും. നമുക്ക് ഈ മലകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ദിവസം ഇറങ്ങണം. ഈസിയായിട്ടും ചെറിയൊരു കുന്ന് റോഡിൻ്റെ നടുക്ക് കേട്ടോ ഇങ്ങനെ ഭാഗിച്ച് വിടുക. ഒരു ചെറിയൊരു അമ്പലമാണ്, ശ്രീകാൽ എന്തോ ഒരു സ്വാമി ടെമ്പിളാണ്. ഇതൊരു അമ്പലമാണ് ചെറിയ. ഇത് ആ മല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ സൈഡ് നോക്കുമ്പോൾ കുടത്തില്ലേ, ഇതൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം ഇപ്പുറ സൈഡ് എത്തി ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കൊള്ളാം മല അല്ലേ. സംഭവം എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വെറൈറ്റി ആണ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്. എല്ലാം വ്യത്യാസം. പോവല്ലേ? ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. വെഹിക്കിൾ പാർക്കിംഗ് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്. 1000 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്താൽ ഫൈൻ കേട്ടോ. അതാ മാന് കണ്ടോ? ആ മാൻകൂട്ടങ്ങൾ. നമ്മൾ ഇത്രയും നേരം മുത്തങ്ങക്കാട്ടിൽ കൂടെ വന്നിട്ട് ഒരു മാനെ പോലും കണ്ടില്ലല്ലേ. ഇതിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കയറിയ വഴി കുറച്ച് മാനെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ അപ്പുറത്ത് കണ്ട മലയാളം എന്നിട്ട് ഇങ്ങനെ പാറകളായിട്ടേ നല്ല കൊത്തി വെച്ചേക്കുന്ന പോലെയുണ്ട്. ഓക്കെ, ആ നല്ല രസമുണ്ട് അല്ലേ. എല്ലാം നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര രസം. ഇങ്ങനെ ഈ സോളോ റൈഡ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. എന്തേ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്നാണ് ഞാനത്. കാട് ഒരു കണ്ടില്ലേ, ഒരു ഘോരവനം പോലെയൊന്നും തോന്നില്ല. അവിടെയൊക്കെ ഫുള്ള് മാനാ. അതിൻ്റെ ഉള്ളിലേ മാനുകൾ കണ്ട മാനുണ്ട് കേട്ടോ. വണ്ടി നിർത്താൻ പാടില്ല. വണ്ടി നിർത്തി 1000 രൂപ പിഴാന്ന് എന്നെ എഴുതിയേക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പതുക്കെ സ്ലോ ആക്കി ഇങ്ങനെ നോക്കാം. ഇതാ മാൻ, ദേ നോക്കിയേ, മാൻ കിടക്കുന്നത് കണ്ടോ? കലമാനാണോ? അല്ല, പുള്ളിമാൻ തന്നെയാണ്. ഓക്കെ, ഒരു പേടിയില്ല നിങ്ങൾക്ക്. പോട്ടെ. ഗൂഡല്ലൂർ 32 കിലോമീറ്റർ, ഊട്ടി 84 കിലോമീറ്റർ. ടൈഗർ റിസർവ് ഏരിയ. നോ പാർക്കിംഗ്, നോ പിക്നിക്, നോ ഫോട്ടോ, നോ ടിറ്ററിങ്. അങ്ങോട്ടത്തെ ഒരു വഴി കീപ് ലെഫ്റ്റ്. ഓക്കെ, വൺ വേ ആണോ? കാട്ടിലും വൺ വേയോ? വൺ വേ കാട്. അത് വളരെ അമ്പുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. അത് ഈ കർണാടകേൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിൽ മുഴുവൻ അവർ ഹമ്പ് വെച്ചേക്കുന്നത്. മൃഗങ്ങൾ അതുപോലെ അവർ സൂക്ഷിക്കുക. എലിഫൻസുമാണ് ഫോറസ്റ്റിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് കടലാസുകൾ വരെ പറക്കി കളയുന്നു. നല്ല ക്ലീനായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചേക്കുന്നവർ. ഒരു വെറൈറ്റി ആണല്ലോ റോഡ്. നല്ല വളവുകളാണ്. കിടിലം ഹെയർ പിൻസാണ് ഉള്ളത്. പക്ഷെ വൺ വേ ആണ്. അത് ഭയങ്കരമായിട്ട്
ഇവിടം വരെയാണ് വൺ വേ വരുന്നത് കേട്ടോ. കണ്ടോ, അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അതിലേ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്നുള്ള വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ കണ്ടോ. അത് തകർത്തിട്ടോ. കാട്ടിൽ അങ്ങനെ ഒരു വഴിയില്ലേ, വൺ വേ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡും 2 ലൈനായി. സ്പീഡ് ലിമിറ്റ് 35 km/h. സഫാരി ക്യാമ്പസ്. അവരുടെ ഓഫീസ് നോക്കിയേ, അത് നമ്മുടെ മുത്തങ്ങയിൽ അങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത്, ഫോറസ്റ്റ് ഓഫീസ്. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ലോഡ്ജിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താമസിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങോട്ട് കണ്ടോ റിസോർട്ട്, പിന്നെ കോട്ടേജുകൾ പോലെ. ഇതേ കുരങ്ങുകൾ ഇരിക്കുന്നതൊക്കെ മറ്റേ സിംഹവാലം കുരങ്ങല്ലേ, മറ്റേ നമ്മുടെ സാധാ കുരങ്ങല്ല. ഈ കുരങ്ങൻ്റെ പേര് കറക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാവേ. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം കുരങ്ങൻ്റെ പേര്. അത് ഡോണ്ട് ഫീഡ് ആനിമൽസ് ഇൻ ദ പാർക്ക്. അതെ, കറക്റ്റാണ്. റോട്ടിൽ നിന്നല്ലെങ്കിലും ഫീഡ് ചെയ്യാൻ നിൽക്കരുത്. ഞാനത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. ചുരത്തിലുള്ളത് കുരങ്ങിന് തീറ്റ കൊടുക്കുന്നത് ഡേഞ്ചറാണ്. ഇവിടെ കുറേ മാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, മാനുകൾ, മാൻ കൂട്ടങ്ങളാ. എത്ര മാനാണെന്നറിയോ? ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമായിരിക്കും. അടിപൊളി. ആന, ആന ഉണ്ടോ? ഒരു ആനേൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ. ഇനി ആനേനെ കണ്ടില്ല എന്ന് പറയില്ല ആരും. കാട്ടാന, ആനേൻ്റെ കുഞ്ഞ് സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ വണ്ടി നിർത്തി നിൽക്കുക. നോക്കി ഉണ്ടോ, ഇതൊരു വരവ് വന്നാലേ കിട്ടുന്നുണ്ടോ? ആനയുണ്ട്, ആനേൻ്റെ ചെറിയൊരു കുഞ്ഞ് നോക്കി സൈഡിൽ നിന്ന് പുല്ല് തിന്നുക. അപ്പുറത്തപ്പുറത്തേ ഉണ്ടോ നോക്കട്ടെ ആദ്യം. ആരെയും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ, തകർത്തില്ലേ? അങ്ങനെ ഓടിച്ച ഒരു പോക്ക് പോകേണ്ടി വരും. പോട്ടെ എന്നാൽ ഞങ്ങൾ ആനക്കുഞ്ഞേ ഞങ്ങൾ പോവാണേ. അങ്ങനെ നമ്മൾ ആനേനെയും കണ്ട്. ബന്ദിപ്പൂർ കാട്ടിൽ നിന്നും മാനുകൾക്ക് ശേഷം നമ്മൾ കണ്ട മൃഗമാണ് ആന. ആനയും ആനേൻ്റെ കുഞ്ഞും. ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ കാണുന്നത്? ഇവിടെ കടുവയും കരടിയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. ആ ഭാഗത്തുനിന്ന് എന്തോ അമ്പോ ആനയുണ്ട്. ഇതാ അടുത്ത ആന കേട്ടോ, അടുത്ത ആന. ഇതാ 1 2 ആന. ഒരു മീഡിയം ആന, ഒരു വമ്പൻ. ഇതൊരു ഇതല്ല, പിടിയാനയാ. ഓക്കെ, എന്താ കുരങ്ങ, എന്താ സ്ഥിതി? ഉമ്മായിരിക്കുവാന്നോ? ഇത് സാധാ കുരങ്ങാണല്ലോ. അപ്പോൾ 2 4 ആനയായിട്ടാ. നല്ലൊരു സമയമായിരുന്നല്ലേ. ഇപ്പോൾ സമയം എത്ര മണിയാണെന്നറിയോ? ഇപ്പോൾ സമയം 12:07 കേട്ടോ. ഈ സമയത്ത് ഇവിടെ ആനേനെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. കീപ് ലെഫ്റ്റ്. വീണ്ടും വീണ്ടും വൺ വേ. വാ, ഇതെന്താ മുമ്പിൽ? സൂപ്പർ. മല നോക്ക് കിടക്കുന്നേ, അങ്ങോട്ട് നോക്ക്. ഊട്ടി ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഊട്ടിയിൽ അടിപൊളിയാന്ന് തോന്നുന്നല്ലോ. അതെ, ഇത് ഇവിടെ വരാട്ടെ ഈ വൺ വേ. ഇത് ഇങ്ങനെ അങ്ങോട്ടേക്കുള്ള വണ്ടി അതിലേ അങ്ങനെ പോകും. അതിൽ അങ്ങോട്ട് ഇങ്ങനെ പോകും. 2 ലൈനിൽ വീണ്ടും കയറി. ഇങ്ങനെ കുറേ വഴികളുണ്ടല്ലേ ഇവിടെ. ഈ കാട്ടിലെ റോഡ് നല്ല സെറ്റപ്പായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തോ ഒരു ചെക്ക് പോസ്റ്റ് പോലെ കാണുന്നുണ്ട്. കർണാടകയിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇവിടെ കഴിഞ്ഞെന്തോ
ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇവിടെ തീർന്നു കേട്ടോ. കണ്ട വണ്ടികളെ കുറച്ച് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കർണാടക വിടുകയാണ്. വിസിറ്റ് അഗെയിൻ കർണാടക സ്റ്റേറ്റ്. കർണാടക വിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുക. നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനം നമ്മൾ ഇന്ന് കയറുകയാണ്. ഇപ്പോൾ സമയം 12:13. 4 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. നമ്മൾ മൂന്നാമത്തെ സംസ്ഥാനത്തേക്ക് കയറുകയാണ്. മസനഗുഡി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ചേട്ടാ ഭായ് പാസ് എടുക്കണോ? അതെവിടെ നിന്ന് എടുക്കുക? ഓൺലൈനിൽ TN ഇ രജിസ്ട്രേഷൻ നീലഗിരി വെബ്സൈറ്റിന്റെ പേര്. കാറിന്റെ ഓപ്ഷനിൽ ബൈക്കിന്റെ നമ്പർ ഇട്ടിട്ട് അവിടെ നെറ്റ്വർക്ക് കിട്ടും. നീലഗിരി TN ഇ രജിസ്ട്രേഷൻ നീലഗിരി. പാസ്സൊക്കെ എടുക്കണം പോലും. അത് വല്ലാത്തൊരിടപാടായാലും പാസ് എടുത്തിട്ട് വേണം പോകാനെന്ന്. എന്താ ചെയ്യല്ലേ, നോക്കാം. Many unbearable hours later. ഭയങ്കര ഒരു വലയായിപ്പോയി ഈ രജിസ്ട്രേഷൻ. ഇവിടെ മാത്രമേ റേഞ്ചുള്ളൂ. ഈ ബോർഡറിൻ്റെ കണ്ട, ഈ കർണാടക കഴിഞ്ഞിട്ട് തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് ഒരു 20 മീറ്റർ ഉണ്ട്. ആ 20 മീറ്ററിന് മാത്രമേ റേഞ്ചുള്ളൂ, നെറ്റ്വർക്കുള്ളൂ. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ, അല്ലാതെ നമ്മളെ തമിഴ്നാട്ടിലോട്ട് കയറ്റത്തില്ല. കണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്ന മുഴുവൻ പാസ് എടുക്കാനായിട്ട് റേഞ്ച് നോക്കി നിൽക്കുന്ന. എന്ത് ചെയ്യാനത്? അവിടെ നിന്ന് ആരും അറിഞ്ഞില്ല. ഇപ്പോൾ പാസ്സൊന്നും വേണ്ടെന്നല്ലേ പറയുന്നത്. ഇതിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിന്നു. 1 മണിക്കൂർ. എത്ര വണ്ടികളാന്ന് നോക്കിയാലേ. ഇതിലിപ്പോൾ ഇങ്ങനെ ലൈനായി നിൽക്കുന്നവർ അവിടെ പാസ്സില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് പോയി അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരണം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇല്ല, അതാണ് പ്രധാന പ്രശ്നം. നമ്മളിങ്ങനെ മൊബൈൽ പൊക്കിയും ഏതെങ്കിലും മരത്തിൻ്റെ മേലെ കയറി നിന്നിട്ടൊക്കെ വേണം രജിസ്റ്റർ ചെയ്യാൻ. അതിന് ഇവിടെ കൊണ്ട് കാണിച്ച് നോക്കണം എന്താ അവർ പറയുന്നതെന്ന്. എല്ലാം ചെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വ്യാപക തെരച്ചിലാണ്. ഇപ്പോൾ ഇത് കൊറോണ അല്ലേ ഇവിടുത്തെ? കൊറോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെക്കിങ് അല്ലേ? കാരണം ബാഗും വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തിനാണാവോ? ഇങ്ങോട്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് പ്രോബ്ലം. അപ്പോൾ സാർ എത്ര എത്രയാ? എന്തൊരു ഗതികേടല്ലേ. ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് തിരിച്ചു വിടുക. അവിടെ ഒരു റേഞ്ചാണ് ഉള്ളത്, ഈ ഭാഗത്തൊന്നും റേഞ്ചില്ല കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
നടന്നങ്ങനെ ബന്ദിപ്പൂരത്ത് അങ്ങനെ 4 ആനേനെയും മാനിനെയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് വരുമായിരുന്നേ. അപ്പോഴാണ് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയത്. ഏകദേശം ഇപ്പോൾ 1:15 ഏകദേശം 1 മണിക്കൂർ ആ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, തമിഴ്നാട്ടിലോട്ട് കയറണമെങ്കിൽ പാസ് നിർബന്ധമാണ്. പാസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വരണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റേഞ്ച് പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഫോറസ്റ്റ് ഏരിയയിൽ ഇല്ല, നമ്മൾ പെട്ടുപോകും. അതൊക്കെ പോട്ടെ, നമുക്ക് വീണ്ടും നമ്മുടെ ട്രാവൽ മൂഡിലേക്ക് വരാം. നമ്മളങ്ങനെ നമ്മുടെ 3ാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലോട്ട് എത്തിയിരിക്കുക കേട്ടോ. ഇന്ന് വേറെ ഏത് സ്ഥലത്തുനിന്ന് പറ്റും അല്ലേ ഇങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് 2-3 സംസ്ഥാനങ്ങൾ ഇങ്ങനെ മാറി ഇറങ്ങി പോവുക എന്ന് പറയുന്നത് വയനാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ജയ് വയനാട്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റിസർവിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മുതുമലയിൽ കയറിയപ്പം വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, ഏകദേശം സെയിം തന്നെയാണ്. കാടിൻ്റെയൊക്കെ കാഴ്ചയിലൊക്കെ സെയിം തന്നെയാണ്. അതാ ഇത് നമ്മൾ ആദ്യം അവിടെ നിന്ന് കണ്ട കുരങ്ങുകൾ ഇഷ്ടംപോലെ ഇരിക്കുന്നത്. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാട്ടോ. അതിൻ്റെയൊക്കെ മുഖം നോക്കും, മുഖം കറുത്തായിരിക്കുക കണ്ട. ഇതൊക്കെ ആക്രമിക്കുമോ? മേത്തോട്ടൊക്കെ കയറാൻ നോക്കുന്നല്ലോ, ബ്ലഡി റാസ്കൽസ്. പോയേക്കാം. മാനും ഉണ്ടോ, മാൻകൂട്ടങ്ങൾ, പുള്ളിമാനാട്ടോ. പുള്ളിമാനും ഇഷ്ടംപോലെ ഉണ്ട് അങ്ങോട്ട്. കുരങ്ങും. എത്ര കാടുകൾ കയറി നമ്മൾ പോകണല്ലേ. 3ാമത്തെ സംസ്ഥാനവും 3ാമത്തെ കാടും. എന്തോ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കുറച്ച് ആൾക്കാരവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. എന്താ സംഭവം? മുതുമലേ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടല്ലോ. എന്തോ വീടുകളാണ്, ചെറിയ ഷെഡ് അല്ലേ, വീട് തന്നെയല്ലേ, ആൾക്കാരൊന്നും കാണുന്നില്ല. എന്താ അവിടെ നിൽക്കുന്നത്? ആന 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 അതാണ്ട് ആന. അമ്പ നല്ല കരിമ്പൻ ആനയാണല്ലോ. എന്താ അങ്ങനെ തിരിക്കാം. കുട്ടി കയറി വന്നാൽ കഴിഞ്ഞ്. വേണ്ട ആന, ഒരു ആന ചെളി കുളിച്ച് കിടക്കുക. എന്തത് കൊമ്പനാന കേട്ടോ. കൊമ്പനാന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പോയേക്കാം. കൊമ്പനാന കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ 5ാമത്തെ ആനയാണ് നമ്മൾ കാണുന്നത്. ഗൂഡല്ലൂർ 17 കിലോമീറ്റർ. ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് അപ്പുറത്തിൽ കൂടെ, സൈഡിൽ കൂടെ. അതുകൊണ്ട് അവിടെ ഒരു ആന. ഇത് എത്രാമത്തെ ആനയാണ്? അവിടെ ഒരു ആന നിൽപ്പുണ്ട്. ഇതിലിറങ്ങി നോക്കാം. കാണുന്നുണ്ടോ? അവിടെ ഒരു ആന, ഇവിടെ ഒരു ആന. ഇതിപ്പോൾ എത്ര ആനയായി? അയ്യോ ഉഫയോ. ഉണ്ട്, അവിടെ ഉണ്ട് ഒരു ആന, ഈ ഭാഗത്തുണ്ട് ഒരാൾ. അപ്പോൾ അത്ര 5 2 7 ആനയായില്ലേ. അയ്യോ, പിള്ളേരൊക്കെ നമുക്ക് ഇവിടെ കളിക്കുന്നേ ഉണ്ടോ? ഇവിടെ അലക്കും കൂടിയൊക്കെ നടക്കുന്നുണ്ട്. ആന 2 അപ്പുറത്ത് നിൽക്കുന്നു. പേടിയില്ല കേട്ടോ. ആനക്കുഞ്ഞ് ഇതിനകത്ത് കാണുന്നുണ്ടോ? അവിടെ ഒരു ബമ്പനാണ്, പിടിയാനയാണ്. വാ, എന്താ അത്? അടിയാണോ? അടിയുണ്ടാക്കാതെ, അടിയുണ്ടാക്കല്ലേ കേട്ടോ. പോയിക്കോ, വീട്ടിൽ പോയിക്കോ. നമ്മൾ സ്പോട്ട് ചെയ്ത 7 ആനയാണ്. അറിയണ്ടോ? എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ടോ? നല്ല ഫോറസ്റ്റ് അല്ലേ. ശരിക്കും ആന നിന്നാൽ കാണാം, കാരണം നല്ല ഗ്യാപ്പുണ്ട്. ഇതിലെ അങ്ങനെ ഓടി വന്നാലാ പതുക്കെ നീങ്ങാം. മാനുണ്ട് കേട്ടോ, മാനിഷ്ടം പോലെ. ഇത് നല്ല ഇൻ്റർലോക്കാണ് ചെയ്തേക്കുന്നത് റോഡ് വിട്ടപ്പോൾ. വാവ്, അടിപൊളി മല.
നല്ല അടിപൊളി മല അല്ലേ. ഇതുണ്ട് ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ള ആനയാന്ന് തോന്നുന്നു. വീണ്ടും ഒരു ആന. അപ്പോൾ ഇതിനകത്ത് കിട്ടിയെന്ന് അറിയില്ല കേട്ടോ. അവിടെ നിൽപ്പുണ്ടൊരു ആന. നോക്കാം, അവരുടെ പുറകിൽ പോയി നോക്കാം. കൊമ്പനാന. കൊമ്പനാനയാണ് കേട്ടോ. കണ്ടോ, അതാ എന്തോ തിന്നുക ഈ ഇലേൻ്റെ പുറകിൽ. നല്ല എൻജോയ് ചെയ്ത് തിന്നുക. അപ്പം 7 + 1 8. 7 + 1 8 ആനേനെയായി നമ്മളിപ്പോൾ ഇന്ന് കാണും. ഇത്രയും നേരം നമ്മൾ വന്ന മുതുമല ടൈഗർ റിസർവിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ മുതുമല ടൈഗർ റിസർവ്. ഉണ്ടാ ഒരു ഫോട്ടോയൊക്കെ എടുക്കായിക്കാണ്. ഗൂഡല്ലൂർ കിടക്കുന്ന മല കണ്ടോ. ഊട്ടിയായിരിക്കും കേട്ടത്. എന്താ അല്ലേ സ്റ്റൈല്. നമ്മുടെ കൽപ്പറ്റ ടൗണിൽ നിന്ന് ചേമ്പ്രാമല നോക്കുന്ന പോലെ. അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ ഗൂഡല്ലൂർ. ഓട്ടോറിക്ഷ നോക്കി, തമിഴ്നാട് ഓട്ടോറിക്ഷ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് TSRTC ബസ് സ്റ്റാൻഡാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ബസ് സ്റ്റാൻഡാണ്. ഓട്ടോറിക്ഷൻ്റെ കളറല്ലേ, കടും മഞ്ഞ. ഇവിടെ നല്ല ചൂടുണ്ട്. വൈ ബത്തേരി, സുൽത്താൻ ബത്തേരി. ഇതാ ഈ റൈറ്റാ. നമ്മൾ റൈറ്റ് എടുത്ത് പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ സർക്കിളിൽ നിന്ന് റൈറ്റ് ആയിരിക്കും. നേരെ പോകുന്നത് ഊട്ടിക്കാണേ. അതാ പോകുന്നത് ഊട്ടിയിലോട്ട് പോണത്. കാണുന്നത് ഊട്ടി. കാണുന്നത് ചുരം കയറണം. നമ്മളിങ്ങോട്ടേക്ക് തിരിഞ്ഞ് സുൽത്താൻ ബത്തേരി റൈറ്റോട്ട് തിരിഞ്ഞാൽ ഇതല്ലേ വലിയ ബോർഡ് കിടക്കുന്നത്. സുൽത്താൻ ബത്തേരി 44, ദേവർഷോല 10, പാട്ടവരി 28, കണ്ണൂർ 175 കിലോമീറ്റർ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഗൂഡല്ലൂരിലെത്തി. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ, അതായത് നമ്മുടെ ഈ ടൂറിൻ്റെ ഒരു മിഡിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 44 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരിക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ സുൽത്താൻ ബത്തേരി, അവിടെ നിന്ന് കൽപ്പറ്റ എത്തണ്ട, നമ്മൾ നേരെ കമ്പളക്കാടേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെയുള്ള ഏതോ ഒരു പള്ളീൻ്റെ അടുത്താണുള്ളത്. മോർണിംഗ് സ്റ്റാർ സ്കൂളും പള്ളിയും കൂടി ഉള്ളതാണ് മോർണിംഗ് സ്റ്റാർ. നമുക്ക് വിടുതല്ലേ. ഇനി ഞങ്ങളുടെ ഇഷ്ടംപോലെ തേയിലത്തോട്ടം കാണാം. ദേവർഷോല എസ്റ്റേറ്റ്. വലിയ എസ്റ്റേറ്റാണ് ദേവർഷോല എസ്റ്റേറ്റായി കാണുന്ന മേലെ ടീ എസ്റ്റേറ്റ്. അങ്ങോട്ട് ഫുള്ള് മുട്ടക്കുന്നുകളിലെ താഴെ വീടുകളുടെ ഏതോ ഒരു ചെറിയ ടൗണിലേക്കാണ് നമ്മളെത്തുന്നത്. ദേവർഷോല. ഇവിടെ എന്തെങ്കിലും വെള്ളം വാങ്ങിപ്പോവാം, അതായിരിക്കും നന്നാവും. ചേട്ടാ ഒരു മാസം തരുമോ? ജ്യൂസോ പാക്കറ്റ് എത്തിനുണ്ടോ? വരുന്നില്ലേ? മാസം ഉണ്ടോ? അല്ല അതിൻ്റെ വലുതുണ്ടോ? വലുത് ഇല്ല, ഒന്നുമില്ല വലുത്. എന്നാ തരണ്ടോ? പിന്നെ മാസയാണ് കിട്ടിയ 2 മേടിച്ചു 20 രൂപയ്ക്ക്. അത് കഴിക്കുക, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കുക. ഇവിടെ നിന്ന് ഇനി ഒരു 10-50 കിലോമീറ്റർ കൂടി കാണും. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കഴിക്കുക. അതാ കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുക. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ മതി. ചിലവ് ചിരിക്കുള്ള യാത്രയല്ലേ. പെട്രോൾ അടിക്കണം. ഇന്ന് നമ്മൾ ആ 200 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചേക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിന്നി തുടങ്ങി. നമ്മളിത് ഇവിടെ ഇടുവൊന്നുമില്ല കേട്ടോ.
നമ്മളിത് ബാഗിൽ കൊണ്ടുപോവുക ചെയ്യുന്നത്, വീട്ടിൽ കൊണ്ട് കളയുള്ളൂ. ഇതൊരു അടിപൊളി എസ്റ്റേറ്റാണ്, നല്ല ചുറ്റും എസ്റ്റേറ്റാണ്. സസെക്സ് എസ്റ്റേറ്റ് എന്നാണ് ഈ എസ്റ്റേറ്റിൻ്റെ പേര്. കണ്ട സിൽവറോക്ക് മരം, 2 സൈഡും എസ്റ്റേറ്റാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. 170 കിലോമീറ്റർ ആയിട്ട് നമ്മൾ പോകുന്നിട്ട്. കൊള്ളാം, നല്ലൊരു അടിപൊളി റൈഡാണ്, സോളോ റൈഡ്. എൻജോയിങ്, വെരി മച്ച് എൻജോയിങ്, അടിപൊളിയാണ്. ഇനി നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പ് തുടരുന്നതായിരിക്കും. വിടാം നമുക്ക്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് അടിച്ചേക്കാം. അതിൻ്റെ റിസ്ക് എടുക്കുന്നത് ഇവിടുത്തെ വില അറിയുകയും ചെയ്യാമല്ലോ, തമിഴ്നാട്ടിൽ പെട്രോളിൻ്റെ. ഒരു 200. ഇവിടെ വില കൂടുതലല്ലേ കേരളത്തിനേക്കാളും? അവിടെ 85, ഇവിടെ 88. അങ്ങനെ പെട്രോൾ അടിച്ചതായാലും പിന്നെ പെട്രോളിന് ഇവിടെ വില കൂടുതലാണ് കേട്ടോ, 3 രൂപ കൂടുതലാണ്. നമ്മുടെ അവിടെ 85 രൂപ 28 പൈസ ആണെന്ന് തോന്നുന്നുണ്ട്, രാവിലെ 200 രൂപയ്ക്ക് അടിച്ചത്. ഇവിടെ 88 രൂപ 52 പൈസ, അതായത് 3.25 രൂപയോളം കൂടുതലാണ് തമിഴ്നാട്ടിൽ. നമ്മൾ പാട്ടവയലിലെത്തിയിട്ടോ, പാട്ടവയൽ ചെക്ക് പോസ്റ്റാണ് ഇത്. ഇങ്ങോട്ടുള്ള വണ്ടിക്കുള്ള ചെക്കിങ് തോന്നുന്നു, അങ്ങോട്ടേക്ക് ചെക്കിങ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കവർ ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ് എൻഡ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ തമിഴ്നാട് വിട്ട് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് സ്വാഗതം. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണേ. നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തിയിട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, ആ വഴി തന്നെ നമ്മൾ വന്ന് കയറിയത്. നമ്മൾ നേരെ വിട്ട് പോവാം. കമ്പളക്കാട് നിന്ന് കാണാവേ, വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിൽ വിജയകരമായി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 221 കിലോമീറ്റർ കേട്ടോ. നമ്മൾ സ്റ്റോപ്പ് വാച്ച് രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് എത്രയാണെന്ന് കൂടി നോക്കാം. 7 മണിക്കൂറും 50 മിനിറ്റും 8 സെക്കൻഡും 221 കിലോമീറ്റർ. ഓക്കെ, എന്തിനാ നീ സാനിറ്റൈസറാ? ഇച്ചിരി കണ്ടു. യെസ്, വെരി ഗുഡ്. മതി തീർക്കാൻ. യെസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സോളോ ട്രിപ്പായിരുന്നു. 7 മണിക്കൂറും സംതിങ് എടുത്തു. അതിനകത്ത് 1 മണിക്കൂർ നമുക്ക് പോയത് ആക്ച്വലി ആ തമിഴ്നാട് പാസിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ശരിക്കും ഒരു 6 മണിക്കൂർ മതി ഇങ്ങനെ ഒരു സർക്കിൾ ട്രിപ്പ് നടത്തുക. 6 മണിക്കൂർ കൊണ്ട് നമുക്ക് 3 സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് നമുക്ക് വരാൻ കഴിയും. ഫുൾ വനത്തിലൂടെയുള്ള യാത്ര. നമ്മൾ 8 ആനേനെ കണ്ടു, കുറേ മാനിനെ കണ്ടു. അടിപൊളി സൂപ്പർ റൈഡായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്നതിനോ വരുന്നതിനോ യാതൊരുവിധ ചെക്കിങ്ങും ഇല്ല. കർണാടകയിലേക്ക് കയറുന്നതിനോ ഇറങ്ങുന്നതിനോ യാതൊരുവിധ ചെക്കിങ്ങും ഇല്ല. ആകെ തമിഴ്നാട്ടിൽ മാത്രമേ. തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് പാസ് വേണം. എക്സിറ്റിന് പ്രശ്നമില്ല, ആരും നോക്കാനില്ല. പക്ഷേ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പാസ് വേണം. അപ്പോൾ അതിൻ്റെ ആ പാസ് എടുക്കാനുള്ള, ഈ പാസ് എടുക്കാനുള്ള ലിങ്ക്, ആ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറുന്നവർ അതിലൂടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാം. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ കിടിലം മോട്ടോ വ്ലോഗിങ് ബൈക്ക് റൈഡുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.